Hi my dears, welcome to ACS online class. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം ചാപ്റ്റർ 11 അല്ലെ ടേബിൾസ് ആൻഡ് ഷെയർസ് അതാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ബാക്കി പഠിക്കാം. ഓക്കെ, പേജ് നമ്പർ 123. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് റെഡി ആയിട്ടിരിക്കുകയാണല്ലോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാണ്. How many cats? Some of Gayatri's cats were playing in a box. When she tried to count, all she could see were legs. She counted 28 legs. How many cats are there in the box? എന്താണ് ഗായത്രി എന്ന ഒരു കുട്ടിയുടെ പൂച്ച കാറ്റ്സ് എല്ലാം ഒരു ബോക്സിൽ കയറി എന്താണ് അവരുടെ ഗെയിം ഒക്കെ കളിക്കുകയാണ്. അപ്പൊ എത്ര പൂച്ചകളുണ്ട് എന്ന് കൗണ്ട് ചെയ്യാൻ ഗായത്രി ശ്രമിച്ചു. പക്ഷെ എന്താണ് ആ ബോക്സിന് താഴത്തെ ഭാഗത്തൂടെ പൂച്ചകളുടെ കാലുകൾ മാത്രമാണ് ഗായത്രിക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്. ടോട്ടൽ ലെഗ്സിന്റെ എണ്ണം, കാലുകളുടെ എണ്ണം ഗായത്രി എടുത്തു. ടോട്ടൽ ലെഗ്സ് 28 ആണ്. അങ്ങനെയെങ്കിൽ ആ ബോക്സിനകത്ത് എത്ര പൂച്ചക്കുട്ടികൾ അല്ലെങ്കിൽ എത്ര പൂച്ചകൾ ഉണ്ടാവും എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഗായത്രി തലമുഖം ആലോചിക്കുകയാണ്. 28 ലെഗ്സ് കൗണ്ട് ചെയ്തു. ഓക്കെ, 8 legs means 2 cats അല്ലെ. ഒരു പൂച്ചയ്ക്ക് എന്താണ് 4 കാലുണ്ട് അല്ലെ. അപ്പൊ 8 legs ആണെങ്കിൽ 2 cats ആണ് അല്ലെ. സോ 12 legs means അങ്ങനെയെങ്കിൽ എന്താണ് 12 legs ഉണ്ടെങ്കിൽ എത്ര പൂച്ചകൾ ഉണ്ടാവും? ഓക്കെ, നമുക്കറിയാം 4 legs ആണെങ്കിൽ ഒരു കാറ്റ് അല്ലെ. 8 legs ആണെങ്കിൽ എന്താണ് 2 കാറ്റ്. ഓക്കെ, അങ്ങനെയെങ്കിൽ 12 legs ആണെങ്കിൽ എത്ര കാറ്റ്സ് ഉണ്ടാവും? എന്താണ് 4 വീതം ഇൻക്രീസ് ചെയ്ത് പോവുകയാണ് അല്ലെ. ഒരു പൂച്ചയ്ക്ക് 4 കാല്, രണ്ടാമത്തെ പൂച്ചയോടാകുമ്പോൾ 8 കാലായി. ഇനി മൂന്നാമത്തെ പൂച്ചയാകുമ്പോൾ മൊത്തം 12 കാലുകളാവും അല്ലെ. 4ന്റെ ടേബിൾസ് പറഞ്ഞു നോക്കിക്കേ. 1 4 is 4, 2 4s are 8, 3 4s are 12 അല്ലെ. 12 legs ആകുമ്പോൾ 3 cats ആകും. Okay, for എഴുതിക്കേ 3 cats. അങ്ങനെയെങ്കിൽ ടോട്ടൽ 28 legs ഉണ്ട്. എത്ര cats ഉണ്ട് എന്ന് കണ്ടുപിടിക്കാം. ആ ബോക്സ് കണ്ടോ? legs 4 legs ആകുമ്പോൾ 1 cat, 8 legs ആകുമ്പോൾ 2 cats, 12 legs ആകുമ്പോൾ 3 cats അല്ലെ. 4ന്റെ ടേബിൾസ് പറഞ്ഞേ. 4 3s are 12. കാരണം 4ന്റെ ഡിഫറൻസ് കാണാം. ഒരു പൂച്ചയ്ക്ക് 4 കാലാണ് അല്ലെ. അപ്പൊ 4ന്റെ മൾട്ടിപ്പിൾസ് ആണ് വരുന്നത് മുഴുവൻ. ഓക്കെ, അങ്ങനെയെങ്കിൽ നാലാമത്തെ കാറ്റ് ആകുമ്പോൾ 16. 4 4s are 16, 4 5s are 20 അല്ലെ. 5 പൂച്ച ആകുമ്പോൾ 20 legs. 4 6s are 24, 4 7s are 28. കണ്ടോ, വളരെ എളുപ്പം നമുക്ക് ആ ടേബിൾസ് 4ന്റെ ടേബിൾസ് അറിയാവുന്നത് കൊണ്ട് വളരെ എളുപ്പം നമ്മളിത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. 28 legs മൊത്തം ഗായത്രി കൗണ്ട് ചെയ്തിട്ടുണ്ട്. സോ 28 legs ആകുമ്പോൾ എത്ര കാറ്റ്സ്? 7 cats. സോ 28 legs means 7 cats. ആ ബോക്സിനകത്ത് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യുക. 4ന്റെ ടേബിൾസ് എഴുതി കംപ്ലീറ്റ് ചെയ്യുക. മുകളിൽ ആ നമ്പേഴ്സ് 4ന്റെ മൾട്ടിപ്പിൾസ് എഴുതുക. താഴെ 1 2 3 4 എന്ന് എഴുതിയാൽ മതി അല്ലെ. ഓക്കെ, അങ്ങനെയെങ്കിൽ സോ 28 legs means 7 dash cats is equal to 7 cats എന്ന് എഴുതുക. ഓക്കെ, എന്താണ് 28 legs വന്നാൽ legs 28 ആയാൽ catsന്റെ എണ്ണം 7 ആണ്. ഇനി അടുത്തത് Willow has kept his chickens in a box. ഓക്കെ, ബില്ലോ എന്ത് ചെയ്തു? കുറച്ച് ചിക്കൻസിനെ എന്ത് ചെയ്തു? ബോക്സിനകത്ത് വെച്ചു. ഓക്കെ, he counted 28 legs. ബില്ലോവും 28 legs കൗണ്ട് ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ കാറ്റിനെ അല്ല, പകരം ചിക്കൻസിനെയാണ്. ബിക്കോസിന് എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതുക. ഓക്കെ, ബില്ലോയുടെ ക്വസ്റ്റ്യൻ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതുക. Willow has kept his chickens in a box. ബില്ലോയുടെ കയ്യിലുണ്ടായിരുന്ന ചിക്കൻസിനെ, കോഴി കുഞ്ഞുങ്ങളെ എല്ലാം എന്ത് ചെയ്തു? ഒരു ബോക്സിനകത്ത് വെച്ചു. He counted 28 legs. ടോട്ടൽ ലെഗ്സുകളുടെ ആ ബോക്സിലുള്ള കോഴിക്കുഞ്ഞുങ്ങളുടെ എണ്ണം 28 ആണ്. ലെഗ്സിന്റെ എണ്ണം അല്ലെ. ഒരു കോഴിക്ക് 2 കാലുകളുണ്ട്, 2 legs ഉണ്ട് അല്ലെ. അപ്പൊ ടോട്ടൽ 28 legs ഉണ്ട്. How many chickens are there? അങ്ങനെയെങ്കിൽ ബില്ലോ ആ ബോക്സിനകത്ത് വെച്ച കോഴികളുടെ എണ്ണം എത്രയാണ് എന്ന് കണ്ടുപിടിക്കും. നമുക്ക് ഇതുപോലെ ബോക്സ് വെച്ച് കണ്ടുപിടിക്കാം. അതാണ് എളുപ്പം അല്ലെ. ഇവിടെ 2ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. കാരണം എന്താ? ഓരോ കോഴിക്കും 2 കാലുകളാണ് അല്ലെ. അപ്പൊ 2ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലെഗ്സ് എന്ന് മുകളിൽ എഴുതി, താഴെ ചിക്കൻസ് എന്ന് എഴുതി ഒരു ബോക്സ് വരയ്ക്കുകയാണ്.
ഇതുപോലെ ടെക്സ്റ്റിലുള്ള പോലെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പഠിച്ച പോലെ ഒരു ബോക്സ് വെച്ചു. അപ്പോൾ 2 legs ആകുമ്പോൾ 1 chicken അല്ലെ, 1 2 is 2. 2 2s are അല്ലെ, 2 ചിക്കൻ ആകുമ്പോൾ എന്താണ് 4 കാലം അല്ലെ, 2 2s are 4. ഇനി 3 ചിക്കൻ ആകുമ്പോഴോ എന്താണ് 3 2s are 6 അല്ലെ, മുകളിൽ 6 ആയി, 6 legs ആയി. ഇനി 4 ചിക്കൻസ് ആകുമ്പോഴോ 4 2s are 8. ഇനി 5 ചിക്കൻസ് ആയാൽ 5 2s are 10. ഓക്കെ, ഇനി 6 ചിക്കൻസ് ആയാൽ 6 2s are 12. 6ന് മുകളിലായിട്ട് 12 എഴുതി. ഇനി 7 ചിക്കൻസ് ആണെങ്കിൽ 7 2s are 14. ഇനി 8 ചിക്കൻസ് ആണെങ്കിൽ 8 2s are 16. 9 ചിക്കൻസ് ആണെങ്കിൽ 9 2s are 18. 10 ചിക്കൻസ് ആണെങ്കിൽ 10 2s are 20. ബാക്കി മിസ് താഴത്തോട്ട് എഴുതുകയാണ്. നിങ്ങൾ ആ ബോക്സ് തന്നെ എന്നെ നേരെ അങ്ങ് എഴുതിയാൽ മതി. മിസ് താഴത്തോട്ട് എഴുതുകയാണ്, ബോർഡിൽ എഴുതാൻ സ്ഥലമില്ല, അതുകൊണ്ട് താഴത്തോട്ട് എഴുതുകയാണ്. അപ്പൊ 10 കഴിഞ്ഞു അല്ലെ, ഇനി ലെഗ്സ് ചിക്കൻസ്. അപ്പൊ 10 ലെഗ്സ് ആയപ്പോൾ 10 ചിക്കൻസ് ആയപ്പോൾ 20 ലെഗ്സ് ആയി. ഇനി 11 ചിക്കൻസ് ആണെങ്കിൽ 11 into 2 എന്താണ് ചെയ്ത് നോക്കാം, സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. 11 into 2 എന്താണ് 1 2 is 2 2 2 1 2 is 2 22 ലെഗ്സ്. ഓക്കെ, ഇനി അടുത്തത് 12 ചിക്കൻസ് ആയാലും നമ്മൾ 28 ആയിട്ടില്ല, ടോട്ടൽ ബില്ലോ കൗണ്ട് ചെയ്ത് 28 ആണ്. നമ്മൾ 28 ആവാൻ വേണ്ടി താഴത്തെ എത്ര ചിക്കൻസിന്റെ നമ്പർ വരുന്നുണ്ടെന്ന് കണ്ടുപിടിക്കുകയാണ്. അപ്പൊ 12 into 2 12 into 2 മൾട്ടിപ്ലിക്കേഷൻ എല്ലാവരെയും മിസ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. മൾട്ടിപ്ലൈ ചെയ്തോളല്ലോ. 2 2s are 4 ആണ്, 1 2 is 2. എന്ത് കിട്ടി 24 എന്ന് കിട്ടി. അപ്പൊ 12 ചിക്കൻസ് ആണെങ്കിൽ 24 ലെഗ്സ് ഉണ്ടാവും. ഇനി 13 ചിക്കൻസ് ആണെങ്കിലോ 13 into 2 ചെയ്യുക. 13 into 3 2s are 6 ആണ്, 1 2 is 2 26 ആയി. ഓക്കെ, അപ്പൊ 13 ചിക്കൻസ് ആണെങ്കിൽ 26 ലെഗ്സ് ഉണ്ടാവും. ഇനി 14 ചിക്കൻസ് ആണെങ്കിലോ 14 into 2 ചെയ്ത് നോക്കാം. 14 into 2 4 2s are 8 1 2 is 2 28. അപ്പൊ നമുക്ക് കിട്ടി ലെഗ്സിന്റെ എണ്ണം 28 ആണെങ്കിൽ ചിക്കൻസിന്റെ എണ്ണം എന്താണ് 14 ആണ്. ഓക്കെ, നമ്മൾ ടേബിൾ വരച്ചു. എത്ര ചിക്കൻസ് ആണ് ബില്ലു ആ ഒരു ബോക്സിനകത്ത് വെച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. എന്താണ് 28 ലെഗ്സ് വരുന്നത് 14 ചിക്കൻസ് ആണ് അല്ലെ. സോ എല്ലാവരും ആ ക്വസ്റ്റ്യൻ എഴുതുക. ഇതുപോലെ നിരത്തി ഒരു ടേബിൾ വരയ്ക്കുക. ഓക്കെ, ടേബിൾ വരച്ചിട്ട് അവസാനം എഴുതുക. സോ 28 ലെഗ്സ് മേ 14 ചിക്കൻസ് എന്ന് എഴുതുക. ഓക്കെ, ആൻസർ ആയിട്ട് ഈ ടേബിൾ വരയ്ക്കുക, ഈ ഒരു സെന്റൻസ് എഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ലീല ഹാസ് നോട്ട് ഗോൺ ടു സ്കൂൾ ഫോർ 21 days. ലീലക്ക് എന്താണ് 21 ദിവസം ആയിട്ട് സ്കൂളിലൊന്നും ലീല പോയിട്ടുണ്ടായിരുന്നില്ല. ഫോർ ഹൗ മെനി വീക്സ് വാസ് ഷീ അവേ ഫ്രം സ്കൂൾ. അങ്ങനെയെങ്കിൽ എത്ര ആഴ്ചയാണ് ലീല സ്കൂളിൽ പോകാതിരുന്നത് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ ആഴ്ചകളുടെ കണക്കാണ്. നമ്മൾ എന്താണ് സെക്കൻഡ് സ്റ്റാൻഡേർഡിലൊക്കെ നമ്മൾ പഠിച്ചതാണ്, വീക്സിനെ കുറിച്ചൊക്കെ പഠിച്ചതാണ് അല്ലെ. ഒരു വീക്കിൽ 7 days ഉണ്ടാവും. അപ്പോൾ 7 എന്ന നമ്പറിന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് അല്ലെ. ലീല 21 ദിവസം കൊണ്ട് സ്കൂളിലൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് എത്ര ആഴ്ചയായിരിക്കും ആ 21 ദിവസം എന്ന് പറയുന്നത്, എത്ര ആഴ്ചയായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുപോലെ ടേബിൾ വരയ്ക്കാം. ക്വസ്റ്റ്യൻ എഴുതുക. ഈ ക്വസ്റ്റ്യനും എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതുക. ക്വസ്റ്റ്യൻ എഴുതുക. ടേബിൾ ഇങ്ങനെ ആവാം. ഡേയ്സ് എന്ന് എഴുതാം. ഇനി വീക്സ് എന്ന് എഴുതാം. ഇവിടെ ലെഗ്സിന്റെ എണ്ണം ഒന്നും അല്ല അല്ലെ, അല്ലെങ്കിൽ ചിക്കൻസോ ക്യാറ്റ്സോ ഒന്നും അല്ല. നമുക്ക് 2 കാര്യങ്ങളാണ്, എത്ര ഡേ ആകുമ്പോൾ എത്ര വീക്കായി എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 7ന്റെ മൾട്ടിപ്പിൾസ് ആണ് നമുക്കറിയാം, കാരണം ഒരാഴ്ചയിൽ 7 ദിവസം കണ്ടല്ലേ. അപ്പൊ 1 7 is 7. വീക്ക് 1 ആകുമ്പോൾ ഡേയ്സ് 7 ആണ്. ഇനി വീക്ക് 2 ആയാലോ, വീക്ക് 2ൽ എത്ര ഡേയ്സ് ആവും 7 into 2 7 2s are 14. 7 എന്ന നമ്പർ മനസ്സിൽ ഓർക്കുക. എന്നിട്ട് 1 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മുകളിൽ ആൻസർ എഴുതുക. വീക്സിന്റെ അവിടെ ഇനി 3 വീക്സ് ആകുമ്പോഴും വീക്ക് 3 ആയാൽ 7 into 3 എന്താണ് 21. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടി എന്താണ് നമ്മുടെ ലീല 21 days ആണ് സ്കൂളിൽ പോകാതിരുന്നത്. അപ്പൊ 21 days എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടേബിൾ എഴുതി കണ്ടുപിടിച്ചു. 21 days എന്ന് പറഞ്ഞാൽ 3 weeks ആണ് അല്ലെ. 3 into 7 ആണ് 21. ഓക്കെ, അപ്പൊ എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതുക. ഇതുപോലെ ടേബിൾ വരയ്ക്കാം.
Okay, so 21 days means 3 weeks എന്ന് എഴുതാം. So 21 days means 3 weeks. Okay, 21 ദിവസം എന്ന് പറഞ്ഞാൽ 3 ആഴ്ചകളാണ് എന്ന ആൻസർ എഴുതുക. മനസ്സിലായല്ലോ? അപ്പോൾ പേജ് നമ്പർ 123 കഴിഞ്ഞു. ഇനി പേജ് നമ്പർ 124 ആണ്. ഇവിടെ മുതൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷന്റെ കളികളായിരുന്നു ഇതുവരെ നമ്മൾ പഠിച്ചതെല്ലാം. ഇനി ഡിവിഷനിലോട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്കറിയാം അഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടണം അല്ലെ? ആഡ് ചെയ്യണം, നമ്മൾ ആഡ് ചെയ്യും, കൂട്ടി എഴുതും. സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാലോ കുറയ്ക്കും അല്ലെ? കുറച്ച് എഴുതും. ഓക്കെ, അപ്പോ അഡീഷണൽ സബ്ട്രാക്ഷൻ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. എന്താണ്? രണ്ട് ഓപ്പോസിറ്റ്സ് ആണ് അല്ലെ? ഇപ്പൊ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ഇപ്പം 2 + 3 = 5 അല്ലെ? നമ്മൾ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് ഉത്തരം കിട്ടി. ഇനി എന്താണ്? 5 - 2 എന്താണ്? 3 അല്ലെ? ഈ ആൻസറിനെ വെച്ചിട്ട് ഏതെങ്കിലും ഒരു നമ്പർ നമ്മൾ ആഡ് ചെയ്യാൻ ഉപയോഗിച്ച ഏതെങ്കിലും ഒരു നമ്പർ വെച്ച് ഈ ആൻസറിനെ മൈനസ് ചെയ്താൽ എന്തായി? മറ്റേ നമ്പർ കിട്ടും അല്ലെ? രണ്ടും ഓപ്പോസിറ്റ് ഓപ്പറേഷൻസ് ആണ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഓപ്പറേഷൻസ് ആണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ എക്സിന്റെ രൂപത്തിലാണ്. ഡിവിഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ഒരു ലൈൻ വരയ്ക്കുക, മുകളിലും താഴത്തും 2 ഡോട്ട്, മുകളിലൊരു ഡോട്ട്, താഴത്തൊരു ഡോട്ട്. ഓക്കെ, മനസ്സിലായല്ലോ എല്ലാവർക്കും? അങ്ങനെയെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഡിവിഷനിലോട്ട് കിടക്കുകയാണ്. നന്നായിട്ട് പഠിക്കുക. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് മൾട്ടിപ്ലൈ ചെയ്യാനും ഒക്കെ കൃത്യമായി പഠിച്ചിട്ടുണ്ടാവണം. കാരണം അടുത്ത ഓപ്പറേഷനിലോട്ട് നമ്മൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷനിലോട്ട് നമ്മൾ കയറുകയാണ്. സോ എല്ലാവരും ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. പേജ് നമ്പർ 124, jumping animals. Do you remember the jumping animals of class 3? ക്ലാസ് 3 നമ്മൾ ജമ്പിങ് ആനിമൽസ്, താറു അല്ലെ, ചോട്ടു, അങ്ങനെയൊക്കെ ഒരു പേര് നമ്മൾ പഠിച്ചായിരുന്നല്ലോ. A frog jumps 3 steps at a time starting from 0. എന്താണ്? ഒരു ഫ്രോഗ് എന്താണ്? മൂന്നാമത്തെ സ്റ്റെപ്പിലോട്ട്, ഫസ്റ്റ് ചാട്ടത്തിൽ മൂന്നാമത്തെ സ്റ്റെപ്പിലോട്ട് ചാടി. അപ്പോൾ ഡിഫറൻസ് എന്തായിരിക്കും? 3 അല്ലെ? രണ്ടാമത്തെ ചാട്ടം അടുത്ത മൂന്നാമത്തെ നമ്പറായ 6ലോട്ടായിരിക്കും. അപ്പൊ 3യുടെ വ്യത്യാസങ്ങളായിരിക്കും അല്ലെ? ചാടുന്ന മുഴുവൻ 3 സ്റ്റെപ്സ് ഇടവിട്ടായിരിക്കും ചാടുന്നത്. കൗണ്ട് ദ ജംപ് ഹി ടേക്സ് ടു റീച്ച് 27. അങ്ങനെയെങ്കിൽ ഇവിടെ കാണുന്ന 27 എന്ന ആ നമ്പറിലോട്ട് ആ ഫ്രോഗിനെ ചാടി എത്തണമെങ്കിൽ എത്രാമത്തെ ചാട്ടത്തിലായിരിക്കും 27 എന്ന ആ ഒരു നമ്പറിൽ എത്തുന്നത് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ ചാട്ടം 3ലോട്ട്, രണ്ടാമത്തെ ചാട്ടം 3യുടെ രണ്ടാമത്തെ മൾട്ടിപ്ലൈ 6ലോട്ട്, മൂന്നാമത്തെ ചാട്ടം 3യുടെ മൂന്നാമത്തെ മൾട്ടിപ്ലൈ 9ലോട്ട്. അങ്ങനെ എത്രാമത്തെ ചാട്ടം ചാടുമ്പോഴാണ് 27 എന്ന നമ്പർ എത്തുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യണം? നമുക്കറിയാം അവിടെ കോമൺ ഡിഫറൻസ് വരുന്നത് 3 ആണ്. 3 നമ്പേഴ്സ് ഇടവിട്ടാണ് ഈ ഫ്രോഗ് ചാടുന്നത്. അപ്പൊ നമുക്ക് 27 എന്ന ആ നമ്പറിൽ എത്താൻ നമ്മുടെ ഫ്രോഗ് 3 ഗ്യാപ്പുകളാണ് അല്ലെ? 3 നമ്പേഴ്സ് ഇടവിട്ടാണ് ചാടുന്നത്. അപ്പൊ 27 നമ്പറിൽ എത്താൻ എത്രാമത്തെ ചാട്ടത്തിലാണ് 27 എത്തേണ്ടത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ 27നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 27 divided by 3 is equal to, നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. 27 divided by 3 എന്താണ്? ആദ്യമേ 27 ഇതിങ്ങനെ എഴുതും. നമ്മൾ സാധാരണ 2 + 3 = 5 എന്ന് എഴുതിയത് നമ്മൾ സൈഡിൽ ചെയ്ത് നോക്കത്തില്ലേ? 2 + 3 = 5 എന്ന് നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കത്തില്ലേ? അതുപോലെ തന്നെയാണ് നമ്മൾ ഇതുപോലെ എഴുതിയിരിക്കുകയാണ്. 2 + 3 = എന്താണ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇനി ഇതെങ്ങനെ ചെയ്യുന്നത് എന്ന് നോക്കാം. 27 divided by 3 ചെയ്യണം. അപ്പൊ ഞാൻ 27നെ എടുത്തെഴുതി. ഈ 3യെ ഒരു ഓപ്പൺ ബോക്സിലാക്കി പുറത്ത് എഴുതി കൊടുത്തു. കണ്ടോ? 3യെ ഒരു ഓപ്പൺ ബോക്സിലാക്കി പുറത്ത് എഴുതി കൊടുത്തു. 27 ഇതിന്റെ അകത്ത് എഴുതി, എന്നിട്ടൊരു ഓപ്പൺ ബോക്സ് ഇതിനടക്ക് വരച്ചു. ഓക്കെ, ഇനി ഞാൻ കൺസിഡർ ചെയ്യേണ്ടത് 3യുടെ ടേബിൾസ് ആണ്. 3യുടെ ടേബിൾസ് ഓർത്ത് നോക്കാം. 1 3 is 3. ഈ 27ലെ ഫസ്റ്റ് നമ്പർ എന്താണ്? 2 ആണ് അല്ലെ? 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 3യെക്കാട്ടും ചെറിയ നമ്പർ ആണ് അല്ലെ? നമ്മൾ 3 ഫസ്റ്റ് കമ്പയർ ചെയ്യേണ്ടത് ഈ 3യെയും ഈ അകത്തുള്ള ഫസ്റ്റ് നമ്പറായ 2വിനെയും തമ്മിൽ കമ്പയർ ചെയ്യുക, താരതമ്യം ചെയ്യുക. ചെറിയ നമ്പറാണ് 2.
നമ്മൾ 3യുടെ മൾട്ടിപ്പിൾസ് എടുത്ത് നോക്കുമ്പോൾ 1 3 is 3, 2 3s are 6. 1 3 is 3 എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് തന്നെ 2വിനേക്കാളും വലിയ നമ്പറിലാണ് സ്റ്റാർട്ട് 3യുടെ മൾട്ടിപ്പിൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, 27 എന്ന നമ്പർ ഒരു ഓപ്പൺ ബോക്സിനകത്ത് എഴുതി, പുറത്ത് 3 എഴുതി, ഡിവൈഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 3യുടെ മൾട്ടിപ്പിൾ ടേബിൾ ഓർത്തിരിക്കുക. ടേബിൾസ് പറഞ്ഞു നോക്കുക. 1 3 is 3, 2 3s are 6, 3 3s are 9, അങ്ങനെ പറഞ്ഞു നോക്കി. 1 3 is 3 എന്ന സ്റ്റാർട്ടിംഗ് നമ്പറിന്റെ ആൻസർ തന്നെ 1 3 is equal to 1 into 3 is equal to 3 എന്ന് കിട്ടി. ആ ആൻസർ തന്നെ 1 into 3 is equal to 3. ആ ആൻസർ 3 ആണ്. അത് 2വിനേക്കാളും വലിയ നമ്പറാണ്. അപ്പൊ നമുക്ക് 2വിനെ ഇവിടെ ഒറ്റയ്ക്ക് എടുക്കാൻ സാധിക്കില്ല. പകരം 27 എന്ന ആ 2 നമ്പറിനെ കൺസിഡർ ചെയ്യണം. കാരണം എന്താ, 2 ഇവിടെ ഒരു ഡിജിറ്റ് നമ്പറാണ്. സോ നമ്മൾ ആദ്യത്തെ ഒരു ഡിജിറ്റ് നമ്പറിനെ കൺസിഡർ ചെയ്തു, 2വിനെ കൺസിഡർ ചെയ്തു. പക്ഷെ 2 കമ്പാരിറ്റീവ്ലി 3യെ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ 2വിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താ, 2 ചെറിയ നമ്പറാണ്. സോ നമുക്ക് 2വിന്റെ കൂടെയുള്ള 7 കൂടെ കൺസിഡർ ചെയ്തു. എന്താണ്, 2വിന്റെ കൂടെയുള്ള 7നെയും കൂടെ നമ്മൾ എടുത്തു, എന്നിട്ട് കൂട്ടി വായിച്ചു, 27 എന്ന് ചേർത്ത് വായിച്ചു. ഇനി 27 എന്ന നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 27 എന്ന നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. വീണ്ടും 3യുടെ മൾട്ടിപ്പിൾ ടേബിൾ ഓർക്കുകയാണ്. 3 ടേബിൾസ് പറഞ്ഞേ, 1 3 is 3, 3 into 1 is equal to 3, 3 into 2 is equal to 6. 3 ഇതിപ്പോ മനസ്സിൽ പറഞ്ഞാൽ മതി ടേബിൾസ് കേട്ടോ. 3 into 3 is equal to 9, 3 into 4 is equal to 12, 3 into 5 is equal to 15, 3 into 6 is equal to 18, 3 into 7 is equal to 10, 3 into 7 is equal to എന്താണ് 21, 3 into 8 is equal to എന്താണ് 24, 3 into 9 is equal to 27. കണ്ടോ, 3 into 9 വരെ ചെയ്തപ്പോൾ എന്താണ് കൃത്യമായി 27 കിട്ടി. കണ്ടോ, 3യുടെ ടേബിൾസ് പറഞ്ഞു നോക്കി. 27നെ 3 കൊണ്ട് തുല്യമായി ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പൊ ചെയ്തപ്പോൾ 3യുടെ മൾട്ടിപ്പിൾ ടേബിൾ പറഞ്ഞപ്പോൾ തന്നെ 27 എന്ന നമ്പർ എക്സാക്ട് കിട്ടി. 3 into 9 ചെയ്തപ്പോഴാണ് 27 കിട്ടിയത്. അപ്പൊ നമുക്ക് അത് സെലക്ട് ചെയ്യാം, ബാക്കിയുള്ളതെല്ലാം അങ്ങ് വിട്ടേക്കാം. 27 എന്ന കറക്റ്റ് നമ്പർ നമുക്ക് ഇവിടെ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ കിട്ടിയിട്ടുണ്ട്. സോ 3 into 9 is equal to 27. അത് ഓർത്തിരിക്കുക. ആ 9നെ നമുക്ക് എന്ത് എഴുതാം, മുകളിൽ എഴുതാം. കണ്ടോ, മുകളിൽ എഴുതി. 9 into 3 എന്താണ് 27 ആണ്. 27 ഞാനിവിടെ അകത്ത് എഴുതി കൊടുത്തു. കണ്ടോ, ഈ ഒരു സംഭവം മാത്രം സെലക്ട് ചെയ്തു. 3 into 9 is equal to 27. അതിനെ മാത്രം സെലക്ട് ചെയ്തു. ആ 9നെ ഞാൻ പിടിച്ച് മുകളിൽ എഴുതി. അപ്പൊ 3 into 9 എന്ന് വെച്ചാൽ 27 ആണ്. ഓക്കെ, അപ്പോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഇത് നമ്മൾ മൈനസ് ചെയ്യാം. 7 minus 7 എന്താണ് 0, 2 minus 2 എന്താണ് 0. സോ ആൻസർ എന്താണ്, ഈ മുകളിൽ കിട്ടുന്നതാണ് ആൻസർ. മുകളിൽ കിട്ടുന്നത് കോഷ്യന്റ് എന്ന് പറയും, അതാണ് ആൻസർ. അപ്പൊ 27നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്താണ് 9 ആണ്. മനസ്സിലായോ? മനസ്സിലായോ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇവിടെ 27 എന്ന നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 3യുടെ ടേബിൾസ് പറഞ്ഞു നോക്കി. അപ്പൊ കറക്റ്റ് 27 കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു. 3 into 9 ആണ് 27. ആ 9നെ മുകളിൽ എഴുതി. 9 into 3 is equal to 27 എന്ന് എഴുതി. ഇനി എന്ത് ചെയ്തു, അകത്തുള്ള 27നെ ഈ കിട്ടിയ 27 കൊണ്ട് മൈനസ് ചെയ്തു. ഓരോ നമ്പേഴ്സ് തമ്മിൽ മൈനസ് ചെയ്തു. 1ന്റെ സ്ഥാനത്തുള്ള 7 minus 7 0 ആണ്. 10ന്റെ സ്ഥാനത്തുള്ള 2 minus 2 0 ആണ്. ആൻസർ എന്ത് കിട്ടി, മുകളിൽ എഴുതിയ 9 ആണ് ആൻസർ. സോ എന്താണ് 27 divided by 3 എന്താണ് 9 ആണ്. സോ 27 എന്ന ആ നമ്പറിലോട്ട് ഇതവിടെ സൈഡ് ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെച്ചേക്കാം കേട്ടോ. ഈ സ്റ്റെപ്സ് എഴുതി വെച്ചേക്കാം. ഓക്കെ, അപ്പൊ 27 എന്ന നമ്പറിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഫ്രോഗ് 9ാമത്തെ ചാട്ടത്തിലാണ് 27 എന്ന നമ്പറിൽ എത്തുന്നത്. 3 നമ്പേഴ്സ് ഇടവിട്ട് ചാടുന്ന ആ ഫ്രോഗ് 9ാമത്തെ ചാട്ടം എത്തുമ്പോഴാണ് 27 എന്ന നമ്പറിൽ എത്തുന്നത് എന്ന് മനസ്സിലായി. സോ 27 divided by 3 is equal to 9 gems. അവിടെ എഴുതുക, ഡാഷ് ജെംസിന് അവിടെ എഴുതുക 9 gems എന്ന് എഴുതുക. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ, he has taken dash gems if he is at 36. അങ്ങനെയെങ്കിൽ 36 എന്ന നമ്പറിൽ എത്താൻ വേണ്ടിയിട്ട് എത്രാമത്തെ ജമ്പിലായിരിക്കും
36 എന്ന നമ്പറിൽ ആ ഫ്രോഗ് എത്തുന്നത്. ഫ്രോഗ് വീണ്ടും 3 സ്റ്റെപ്സ് ഇടവിട്ട് 27 കഴിഞ്ഞ് വീണ്ടും 3 സ്റ്റെപ്സ് ഇടവിട്ട് ചാടുകയാണ്. അപ്പൊ 36 എന്ന ആ നമ്പറിൽ എത്തുന്നത് എത്രാമത്തെ ചാട്ടത്തിലായിരിക്കും എന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. സോ 36 ഡിവൈഡഡ് ബൈ 3. കാരണം അവിടെ കോമൺ ഡിഫറൻസ് എന്താണ്? 3 ആണ്. 3 വെച്ചിട്ടാണ് ആ ഫ്രോഗ് ചാടി പോകുന്നത് അല്ലെ. സോ നമുക്ക് 36 ഡിവൈഡ് ബൈ 3 എന്താണെന്ന് നോക്കാം. 36 ഇങ്ങനെ എഴുതി, ഒരു ഓപ്പൺ ബോക്സിൽ എഴുതി, ഈ 3 ഇവിടെയും എഴുതി. ഇനി എന്താണ് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. 3 പുറത്തുള്ള 3 ഒരു 1 ഡിജിറ്റ് നമ്പറാണ്, ഒറ്റ സംഖ്യയേ ഉള്ളൂ. സോ അകത്തുള്ള ഒറ്റ സംഖ്യയെ പരിഗണിക്കാം. അകത്തുള്ള ഫസ്റ്റ് നമ്പർ എന്താണ്? 3 ആണ്, 3 itself. അപ്പൊ നമ്മൾ എന്താണ് പുറത്തുള്ള ആ 3യുടെ ടേബിൾസ് പറഞ്ഞു നോക്കുകയാണ്. ഇതെന്താണ്? അവിടെ 2 അല്ല, 3യേക്കാളും ചെറിയ നമ്പർ അല്ല, 3 തന്നെയാണ്, അല്ലെങ്കിൽ 3യേക്കാട്ടി കൂടിയ നമ്പറാണ് എന്ന് നമുക്ക് കരുതാം. അല്ലെങ്കിൽ 3 തന്നെയാണ്. സോ നമുക്ക് ആ ഒരു ഒറ്റ നമ്പർ മാത്രം ആദ്യം കൺസിഡർ ചെയ്താൽ മതി. നേരത്തെ 27ന്റെ കേസിൽ അതല്ലായിരുന്നു, 2 ചെറിയ നമ്പർ ആയിരുന്നു. പക്ഷെ ഇവിടെ 36ന്റെ കേസിൽ ഫസ്റ്റ് നമ്പർ 3 ആണ്. അപ്പോൾ ആ 3യെ മാത്രം പരിഗണിച്ചാൽ മതി. കാരണം പുറത്തുള്ള 3യുമായി തുല്യമല്ലേ. കാരണം 3യുടെ ടേബിൾസ് പറഞ്ഞാൽ ഈ അകത്തുള്ള 3ക്ക് എന്താണ് 3 into 1 ചെയ്യുമ്പോൾ 3 കിട്ടും. 3യേക്കാൾ ചെറിയൊരു നമ്പർ അല്ല ഇവിടെ വന്നിരിക്കുന്നത്. സോ 3 കിട്ടും. അതുകൊണ്ട് നമുക്ക് ഈ ഒരൊറ്റ നമ്പറിനെ ആദ്യം പരിഗണിച്ചാൽ മതി. ഓക്കെ, അപ്പൊ 3യുടെ ടേബിൾസ് പറഞ്ഞ 3 into 1 3, 3 into 2 6 ആണ്. 6 ഒക്കെ ഈ ഫസ്റ്റ് കാണുന്ന ഈ 3യേക്കാളും വലിയ നമ്പർ ആയി പോകും. സോ നമുക്ക് സെലക്ട് ചെയ്യുന്നത് ഫസ്റ്റ് കോമ്പിനേഷൻ തന്നെയാണ്. 3 into 1 is equal to 3 അല്ലെ. 3 into 1 is equal to 3. അപ്പൊ ആ 1നെ മുകളിൽ എഴുതി. കണ്ടോ? കാണാ 3 into 1 is equal to 3. 3 കിട്ടിക്കഴിഞ്ഞു അല്ലെ. 3യോട് സമാനമായിട്ടുള്ള ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞു. സോ 3 into 1 3 is equal to 3 എന്നുള്ള ആ കോമ്പിനേഷൻ സെലക്ട് ചെയ്യാം. ആ 1നെ എന്ത് ചെയ്തു? മുകളിൽ എഴുതി. 1 into 3 എന്താണ്? 3 ആണ്. ഓക്കെ, അകത്ത് ആ കിട്ടിയ ആൻസർ ആയ ആ 3യെ അകത്ത് എഴുതി കൊടുത്തു. ഇനി എന്താ ചെയ്യാൻ പോകും? നമ്മൾ നേരത്തെ ചെയ്ത പോലെ മൈനസ് ചെയ്യാൻ പോവുകയാണ്. മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഈ 3 മാത്രമല്ലേ പരിഗണിച്ചത്. മുകളിലുള്ള ഈ 3യെ മാത്രമാണ്, 6നെ പരിഗണിച്ചിട്ടില്ല. മുകളിലുള്ള ഈ 3യെ മാത്രമാണ് പരിഗണിച്ചത്. സോ ആ 3യുടെ അടിയിലാണ് നമ്മൾ ഈ ആൻസർ കിട്ടിയ 3 എഴുതി കൊടുത്തത്. 1 into 3 is equal to 3 എന്ന ആൻസർ കിട്ടും. അപ്പം ആ 3 ഉപയോഗിച്ച് മാത്രം ഈ ആൻസർ കിട്ടിയ 3യെ മൈനസ് ചെയ്താൽ മതി. 6ന്റെ കാര്യം നോക്കണ്ട, 6 അവിടെ വെറുതെ വിട്ടേക്ക്. നമ്മൾ ആദ്യം ഈ ഫസ്റ്റ് ഡിജിറ്റ് നമ്പറായ 3 ആണ് നമ്മുടെ ഈ 3 പുറത്ത് കിടക്കുന്ന ഈ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. സോ 3 minus 3 എന്താണ്? 0 ആണ്. അപ്പൊ ഫസ്റ്റ് നമ്പറായ 3യെ നമ്മൾ എന്ത് ചെയ്തു? ഈ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് നെക്സ്റ്റ് നമ്പർ എന്താണ്? 6ന്റെ കാര്യം അവിടെ കിടക്കുകയാണ്. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല അല്ലെ. 6ന്റെ കാര്യം അവിടെ കിടക്കുകയാണ്. 6നെ എന്ത് ചെയ്യാം? താഴത്തോട്ട് എടുത്തെഴുതാം. 6നെ താഴത്തോട്ട് എടുത്തെഴുതി. 6 എന്ന് എടുത്തെഴുതി. ഇനി 6നെ പരിഗണിച്ചുകൊണ്ട് 6നെ മനസ്സിൽ ഓർത്തുകൊണ്ട് 3യുടെ മൾട്ടിപ്പിൾ ടേബിൾ പറഞ്ഞു നോക്കുകയാണ്. ഓക്കെ, പറഞ്ഞ എല്ലാവരും ഒന്ന്. 1 3 is 3, 2 3s are 6, 3 3s are 9, 3 3s are 9. 9 എന്ന് പറഞ്ഞാൽ 6നേക്കാളും വലിയ നമ്പർ. അപ്പൊ നമുക്ക് ഈ കോമ്പിനേഷൻ വരെ പോകേണ്ട ആവശ്യമില്ല. കറക്റ്റ് 6 കിട്ടും. എന്താണ്? 3 into 2 is equal to കറക്റ്റ് 6 കിട്ടും അല്ലെ. അപ്പൊ ആ കോമ്പിനേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇത് സെലക്ട് ചെയ്താൽ മതി. ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആ ഒരു ടേബിൾ ആ ഒരു ഇത് സെലക്ട് ചെയ്താൽ മതി. സോ 2നെ മുകളിൽ എഴുതി. 3 into 2 is equal to 6 അല്ലേ. is equal to 6 അല്ലേ. അപ്പൊ കിട്ടിയ ആൻസർ 6 അല്ലേ. അപ്പൊ 3 into 2 2നെ മുകളിൽ എഴുതി. 3 into 2 എന്താണ്? 6 ആണ്. ആ ആൻസർ കിട്ടിയ 6നെ ഈ 6ന്റെ അടിയിൽ എഴുതി. ഇനി മൈനസ് ചെയ്യാൻ പോവുക. 6 minus 6 എന്താണ്? 0 ആണ്. അപ്പൊ നമ്മൾ ഒരു കോമ്പിനേഷൻ സെലക്ട് ചെയ്യുക. ആ കോമ്പിനേഷൻ കിട്ടുന്നത് ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ആ നമ്പർ മുകളിൽ എഴുതുക. എന്നിട്ട് കിട്ടുന്ന ആൻസർ ഇവിടെ താഴെ എഴുതി കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യാം. നമുക്ക് ഓപ്പറേറ്റ് ചെയ്ത് ആ നമ്പറുമായിട്ട് മൈനസ് ചെയ്ത് പോവുക. ഇത്രയൊരു ഡിവിഷന്റെ സ്റ്റെപ്സ് ഇതാണ്. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ചെയ്ത് നോക്കാം. ഞാൻ എൻ്റെ ഈ ക്ലാസ് കേട്ടിട്ട് എല്ലാവരും ചെയ്ത് നോക്കാതെ മനസ്സിലാവില്ല. നമുക്ക് ഈ ഒരു പേജിനകത്ത് താഴത്തെ പ്രാക്ടീസ് ടൈം എന്ന ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. അതൊക്കെ നമുക്ക് നല്ലപോലെ ചെയ്ത് പഠിക്കാം. ഇപ്പോൾ ഇതിന്റെ സ്റ്റെപ്സ് എന്താണ്? ഇതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. സ്റ്റെപ്സ് എന്താണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ആൻസർ എന്ത് കിട്ടി? മുകളിൽ കാണുന്ന ഈ നമ്പറാണ് ആൻസർ. ആൻസർ എന്താണ്? 12. ഓക്കെ, അപ്പൊ ആ ഫ്രോഗിന്റെ 12ാമത്തെ ചാട്ടത്തിലാണ് 36 എന്ന ആ നമ്പറിൽ എത്തുന്നത്.
ചേർത്ത് വായിക്കണം. മുകളിൽ കിട്ടിയ ആൻസർ 12. ഓക്കെ, 1 to 12. ഓക്കെ, മനസ്സിലാകുന്നുണ്ടല്ലോ. ഈ ആൻസർ 12 കിട്ടിയത് എങ്ങനെയാണെന്നും അവിടെ ടെക്സ്റ്റ് ബുക്കിന്റെ സൈഡിൽ എഴുതി വെച്ചിരിക്കുക. 36 divided by 3 is equal to 12. ഇതിന്റെ സ്റ്റെപ്സും അവിടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുണ്ടാവണം. പെൻസിൽ യൂസ് ചെയ്യാം. ഇനി അടുത്തത്, ഇഫ് ഹി ഈസ് അറ്റ് 42, അങ്ങനെയെങ്കിൽ ആ ഫ്രോഗ് 42 എന്ന നമ്പറിൽ എത്താൻ വേണ്ടിയിട്ട് ഹി ഹാസ് ടേക്കൺ ഡാഷ് സ്റ്റെപ്സ്. അപ്പൊ 42 എന്ന നമ്പറിൽ എത്താൻ വേണ്ടിയിട്ട് എത്ര ചാട്ടം ചാടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എത്രാമത്തെ ചാട്ടത്തിലാണ് 42 എന്ന നമ്പറിൽ എത്തിയത് എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 42 divided by 3 ചെയ്യണം. കാരണം ആ 3 സ്റ്റെപ്സ് ഇടവിട്ടാണ് ആ ഫ്രോഗ് ചാടുന്നത്, അല്ലെ, ജമ്പ് ചെയ്യുന്നത്. സോ 42 divided by 3 എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. 42 എന്ന് എഴുതി ഓപ്പൺ ബോക്സിൽ എഴുതി 3 മുകളിൽ എഴുതി കൊടുത്തു. ഇത് 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പരിഗണിക്കുക. 1 3 is 3, 2 3s are 6. 3 into 1 is equal to 3, 3 into 2 is equal to 6, 3 into 3 is equal to 9. ഓക്കെ, അങ്ങനെ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പോകും. നമ്മൾ ഫസ്റ്റ് നമ്പർ ആയ 4നെ പരിഗണിച്ചാൽ മതി. കാരണം എന്താണ്? 3 ഒരു 1 ഡിജിറ്റ് നമ്പർ ആണ്. സോ അകത്തുള്ള ഫസ്റ്റ് നമ്പർ 1 ഡിജിറ്റ് നമ്പറിനെ പരിഗണിക്കുക. 4 ആണ്. 4 ഉറപ്പായും 3യേക്കാളും വലിയ നമ്പർ ആണ്. സോ 4നെ ഈ 3ക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. 3യേക്കാളും ചെറിയ നമ്പർ ആയിരുന്നുവെങ്കിൽ സാധിക്കില്ല. സോ കൂടെയുള്ള നമ്പറിനെ കൂട്ടി വിളിക്കണമായിരുന്നു. ഇത് 3യേക്കാളും വലിയ നമ്പറാണ്. ഫസ്റ്റ് കിടക്കുന്ന 4. സോ 4 ഒറ്റയ്ക്ക് മതി 3യെ ഡിവൈഡ് ചെയ്യാൻ, അല്ലെ. സോ 4നെ മാത്രം പരിഗണിക്കുന്നു. 4നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറഞ്ഞു നോക്കുക. 1 3 is 3, 2 3s are 6. അപ്പൊ 3 into 2 is equal to 6 ആണ്, അല്ലെ. 3 into 2 is equal to 6 ആണ്. ആ 6 എന്ന് പറയുന്നത് എന്താണ്? 4നേക്കാളും വലിയ നമ്പർ ആണ്. സോ അവിടെ വരെ പരിഗണിക്കേണ്ട കാര്യമില്ല. 1 3 is equal to 3. 1 into 3 is equal to 3 എന്നുള്ളത് മാത്രം പരിഗണിച്ചാൽ മതി. കാരണം എന്താ? 4നേക്കാളും ചെറിയ നമ്പർ ആയിരിക്കണം താഴെ വന്ന് മൈനസ് ചെയ്യേണ്ടത്, അല്ലെ. അപ്പൊ 3 into 1 is equal to 3. ആ 3 is equal to 3. ആ 3 4നേക്കാളും ചെറുതാണ്. സോ നമുക്ക് ഫസ്റ്റ് കോമ്പിനേഷൻ മാത്രം എടുത്താൽ മതി. 1 into 3 is equal to 3. ഓക്കെ, 3 into 2 ചെയ്താൽ എന്താണ്? 3 into 2 is equal to 6 ആണ്. 6 എന്ന് പറഞ്ഞാൽ 4നേക്കാളും വലിയ നമ്പറാണ്. സോ അവിടെ വരെ പോവേണ്ട മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓർത്തിരിക്കേണ്ട കാര്യമില്ല. ഫസ്റ്റ് കോമ്പിനേഷൻ തന്നെ എടുക്കാം. 1 into 3 is equal to 3 തന്നെ എടുക്കാം. 1 into 3 അല്ല 1 മുകളിൽ എഴുതി. 1 into 3 is equal to 3 എഴുതി കൊടുത്തു. ഇനി മൈനസ് ചെയ്യാൻ പോവുകയാണ്. 4 minus 3 എന്താണ്? 4 minus 3 എന്താണ്? 1 ആണ്. കണ്ടോ? റിമൈനിങ് എന്ത് കിട്ടി? ബാക്കി മിച്ചം എന്ത് കിട്ടി? 1 കിട്ടി. ഇപ്പൊ 4ന്റെ കാര്യങ്ങൾ കഴിഞ്ഞു. 4നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. റിമൈൻഡർ 1 കിട്ടി. ഇനി അടുത്ത ആരുണ്ട് 4ന്റെ കൂടെ ഉണ്ടായിരുന്നത്? 2 ആണ്. 2നെ താഴത്തോട്ട് എടുത്ത് എഴുതാം. കണ്ടോ? 2നെ താഴത്തോട്ട് എടുത്ത് എഴുതി. ഓക്കെ, അപ്പൊ ഇവിടെ എന്തെന്ന് വായിക്കാം? 12 എന്ന് വായിക്കാം. കണ്ടോ? ചേർത്ത് വായിക്കുക. 12. റിമൈനിങ് കിട്ടിയ 1 ഉണ്ട്. താഴത്തോട്ട് എഴുതിയ 2 ഉണ്ട്. ചേർത്ത് വായിച്ചു. എന്താണ്? 12 എന്ന് വായിച്ചു. ഇനി 12 എന്ന നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വീണ്ടും 3യുടെ എന്താണ് എന്ത് ചെയ്യുക? 3യുടെ ടേബിൾസ് ഓർത്ത് നോക്കുക. 3യുടെ ടേബിൾസ് എന്താണ്? 1 3 is 3, 2 3s are 6, 3 3s are 9, 4 3s are 12. 4 into 3 എന്താണ്? 12 ആണ്. 4 into 3 ചെയ്യുമ്പോൾ കറക്റ്റ് 12 എന്ന നമ്പർ കിട്ടും, അല്ലെ. അപ്പൊ 4നെ പരിഗണിക്കാം. 4 മുകളിൽ എഴുതി. 4 into 3 എന്താണ്? 12 ആണ്. ഇനി എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. 2 minus 2 0 ആണ്. 1 minus 1 0 ആണ്. അപ്പൊ ആൻസർ എന്ത് കിട്ടി? 14. ഓക്കെ, അപ്പൊ ആ ഫ്രോഗിന്റെ 14th ജമ്പിലാണ് എന്താണ്? 42ാമത്തെ നമ്പറിൽ എത്തുന്നത്. സത്യല്ലേ? If he is at 42, he has taken 14 jumps. 14 jumps. അത് എങ്ങനെ കിട്ടിയെന്ന് ഉള്ളത് അവിടെ എഴുതി വെക്കുക. 42 divided by 3 that is equal to 14. ആ സ്റ്റെപ്സും ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെക്കാം. ഓക്കെ, ഇനി അടുത്തത് റാബിറ്റിന്റെ. അപ്പൊ ഫ്രോഗിന്റെ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്തത് റാബിറ്റിന്റെ കാര്യം പറയുന്നത് സ്റ്റാർട്ടിങ് ഫ്രം 0 നിന്ന് സ്റ്റാർട്ട് ചെയ്തു. റാബിറ്റ് ജംപ്സ് 5 steps at a time. റാബിറ്റ് ജമ്പ് ചെയ്യുന്ന സ്റ്റെപ്സുകളുടെ ഗ്യാപ്പ് എന്താണ്? 5 സ്റ്റെപ്പുകൾ ഇടവിട്ടാണ് റാബിറ്റ് എന്ത് ചെയ്യുന്നത്? ചാടുന്നത്, കേട്ടോ.
അപ്പോൾ ഫസ്റ്റ് 0-ൽ നിന്ന് 5-ലോട്ട് ചാടും, പിന്നെ 5-ൽ നിന്ന് 10-ലോട്ട് ചാടും, പിന്നെ 15, മൂന്നാമത്തെ ചാട്ടത്തിൽ 15. അങ്ങനെ 5 നമ്പേഴ്സിന്റെ ഗ്യാപ്പിലാണ് റാബിറ്റ് ചാടുന്നത്. In how many jumps does he reach 25? അങ്ങനെയെങ്കിൽ 25ാമത്തെ നമ്പറിൽ എത്രാമത്തെ ചാട്ടത്തിലായിരിക്കും ആ റാബിറ്റ് എത്തുന്നത്, ആ 25 എന്ന നമ്പറിൽ എത്തുന്നത്? ഓക്കെ, അപ്പൊ നമുക്കറിയാം റാബിറ്റ് ചാടുന്നത് 5 നമ്പേഴ്സിന്റെ ഗ്യാപ്പിലാണ്. സോ 25 ഡിവൈഡ് ബൈ 5 ചെയ്യാം. ഇവിടെ ഓർത്തിരിക്കുന്ന ടേബിൾ എന്താണ്? 5ന്റെ ടേബിൾ ആണ്. ഓക്കെ, ഓർത്തിരിക്കുന്ന ടേബിൾ 5ന്റേതാണ്. സോ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ 25നെ എടുത്തെഴുതി, ഒരു ഓപ്പൺ ബോക്സിൽ എഴുതി 5നെ വെളിയിലെടുത്തു. ഓക്കെ, നമ്മൾ 5നെ ഡിവൈഡ്, ഓരോ നമ്പേഴ്സ് 5 ഒറ്റ ഡിജിറ്റ് നമ്പറാണ്. ഇതിനകത്തുള്ള ഈ 25-നകത്തുള്ള ഓരോ നമ്പറിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് നമ്പർ എന്താണ്? 2 ആണ്. 2 എന്ത് പറ്റി? 5-നേക്കാളും ചെറിയ നമ്പറാണ്. ചെറിയ നമ്പറിനെ 5 ഡിവൈഡ് ചെയ്തെടുക്കാൻ സാധിക്കത്തില്ല. ഒന്നെങ്കിൽ 5 ആയിരിക്കണം, അല്ലെങ്കിൽ 5-നേക്കാളും കൂടിയ നമ്പർ ആയിരിക്കണമായിരുന്നു അല്ലെ. സോ 5ന്റെ ടേബിൾസ് തന്നെ പറഞ്ഞാൽ 1 into 5 is equal to 5, 5 into 2 is equal to 10 ആണ്. 1 into 5 ചെയ്യുമ്പോൾ തന്നെ എന്താണ്? 5 കിട്ടുന്നുണ്ട്. ആ 5 2-നേക്കാളും വലുതാണ്. ഇപ്പൊ 2-നെ ഒറ്റയ്ക്ക് ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. സോ കൂടെയുള്ള നമ്പറിനെ കൂടെ പരിഗണിച്ചു, എന്നിട്ട് ഒരുമിച്ച് ചേർത്ത് വായിച്ചു, 25 എന്ന് വായിച്ചു. ഓക്കെ, 25 എന്ന് വായിച്ചു. ഇനി 25 എന്ന നമ്പർ 5-നേക്കാളും വലിയ നമ്പറാണ്. സോ എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. 5ന്റെ ടേബിൾസ് പറഞ്ഞ് നോക്കുവാണ്. 1 into 5 is equal to 5, 5 into 2 is equal to 10, 5 into 3 is equal to 15, 5 into 4 is equal to 20, 5 into 5 is equal to 25 കിട്ടി. കണ്ടോ? കറക്റ്റ് 25 കിട്ടി. 5 into 5 ചെയ്തപ്പോൾ 25 കിട്ടി. സോ ആ 5 മുകളിൽ എഴുതി. 5 into 5 എന്താണ്? 25. ഇനി മൈനസ് ചെയ്യാൻ പോവാം. 5 minus 5 0, 2 minus 2 0. സോ ആൻസർ എന്ത് കിട്ടി? മുകളിലത്തെ ഈ നമ്പർ അല്ലെ, 5 ആണ് ആൻസർ. എന്ത് കിട്ടി? മുകളിലത്തെ ഈ നമ്പറായ 5. 5ാമത്തെ ചാട്ടത്തിലാണ് 25 എന്ന നമ്പറിൽ റാബിറ്റ് എത്തുന്നത്. In how many jumps does he reach 25 എന്ന ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? 25 divided by 5 that is equal to 5. ഈ വർക്കിംഗ് എങ്ങനെ കിട്ടി എന്നുള്ള വർക്കിംഗ് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവണം. ഇനി റാബിറ്റിന്റെ കാര്യമാണ് പറയുന്നത്. He reaches dash after taking 8 jumps. ഓക്കെ, ഇവിടെ ജമ്പിന്റെ എണ്ണം പറയുന്നുണ്ട്. ഏതാണ് നമ്പർ? ആ 8ാമത്തെ ചാട്ടം ചാടിയപ്പോൾ ആ റാബിറ്റ് ഏത് നമ്പറിലാണ് എത്തിയിട്ടുണ്ടാവുന്നത്? ഓക്കെ, ഏത് നമ്പറിലാണ്? ഇതാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമുക്ക് നേരത്തെ എത്ര ചാട്ടം കണ്ടുപിടിക്കണമായിരുന്നു. ഇവിടെ ചാട്ടം തന്നിട്ടുണ്ട്, 8 തന്നിട്ടുണ്ട്. ഏത് നമ്പറാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യാം? 8 into 5 ചെയ്താൽ മതി. കാരണം എന്താ? 8 ജംപ്സ് ആണ്, 5 നമ്പേഴ്സ് ഇടപെട്ട് ഉള്ള ചാട്ടമാണ് ചാടുന്നത്. സോ 8 into 5 is equal to എന്താണ്? 8 5s are 40. നമ്മൾ എഴുതിക്കേ. He reaches 8 into 5 is equal to 40 after taking 8 jumps. ഇനി he needs dash jumps to reach 55. അവിടെ ചാട്ടം കണ്ടുപിടിക്കണം. 55 എന്ന നമ്പറിൽ എത്താൻ വേണ്ടിയിട്ട് എത്ര ചാട്ടം ചാടി എന്നുള്ളത് കണ്ടുപിടിക്കണം. 55 എന്ന നമ്പറിൽ എത്താൻ വേണ്ടിയിട്ട് എത്ര ചാട്ടം ചാടി എന്നുള്ളത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. 55 divided by 5. 5 നമ്പേഴ്സ് ആയിട്ടാണ് ചാടുന്നത്. ഓക്കെ, 55 divided by 5. 55നെ ഓപ്പൺ ബോക്സിൽ എഴുതി, 5നെ വെളിയിൽ എഴുതി. എന്താണ്? 5 ഒരു ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു ഡിജിറ്റ് നമ്പറിനെ പരിഗണിക്കാം. അകത്തുള്ള ഫസ്റ്റ് നമ്പർ എന്താണ്? 5 ആണ്. 5 പുറത്തുള്ള 5 തുല്യമാണ് അല്ലെ, തുല്യമാണ്. സോ ആ ഒരൊറ്റ 5നെ മാത്രം ആദ്യം പരിഗണിച്ചാൽ മതി. 5 divided by 5 എന്താണ്? പുറത്തുള്ള 5നെ പുറത്തുള്ള 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ 5ന്റെ ടേബിൾസ് പറഞ്ഞു നോക്കി. 1 into 5 is equal to 5. 1 എടുത്താൽ മതി അല്ലെ. മുകളിൽ 1 എഴുതി. 1 into 5 is equal to 5. കണ്ടോ? എന്ത് ചെയ്യാം? ഫസ്റ്റ് കാണുന്ന 5നെ എപ്പോ ആൻസർ കിട്ടിയ 5 കൊണ്ട് മൈനസ് ചെയ്യാം. 5 minus 5 എന്താണ്? 0 ആണ്. കണ്ടോ? അപ്പൊ ഫസ്റ്റ് 5നെ പുറത്തുള്ള ഈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അകത്തുള്ള രണ്ടാമത്തെ 5 കൊണ്ട് അതിനെ എന്ത് ചെയ്യാം? താഴത്തോട്ട് എടുത്തെഴുതുക. താഴത്തോട്ട് എടുത്തെഴുതി. കണ്ടോ? താഴത്തോട്ട് എടുത്തെഴുതി. അങ്ങനെയെങ്കിൽ എന്താണ്? ഇനി ഈ രണ്ടാമത്തെ നമ്പറായ 5നെ പുറത്തുള്ള 5 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 5 divided by 5.
എന്താണ് എങ്ങനെ ചെയ്യും? വീണ്ടും 5ന്റെ ടേബിൾസ് പറഞ്ഞു നോക്കി. 1 × 5 = 5 കിട്ടുന്നുണ്ട്. അപ്പോൾ 1 തന്നെ എടുത്താൽ മതി. മുകളിൽ 1 എഴുതി. 1 × 5 = 5 എന്ന് എഴുതി. ഇനി മൈനസ് ചെയ്യാൻ പോവാണ്. 5 - 5 എന്താണ്? 0. അപ്പൊ ആൻസർ എന്ത് കിട്ടി? 11. ആ റാബിറ്റിന്റെ 11 ജമ്പിലാണ് 55 എന്ന ആ നമ്പറിൽ എത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തു. പേജ് നമ്പർ 124 ഡിവിഷൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു അല്ലെ? ഡിവിഷന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇപ്പൊ പഠിപ്പിച്ച ഈ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ അറിയിക്കണം. ഡിവിഷൻ ആണ്, നന്നായിട്ട് പഠിക്കണം. ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് എല്ലാവർക്കും ടേബിൾസ് അറ്റ്ലീസ്റ്റ് 10 വരെയുള്ള നമ്പേഴ്സിന്റെ ടേബിൾസ് അറിയാം എന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ടാവണം. അത് നിർബന്ധമാണ്. എന്നാൽ ഡിവിഷൻ നമുക്ക് മുൻപോട്ട് പെട്ടെന്ന് ചെയ്തു പോകാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കൃത്യമായി അറിയാം, കാണാതെ അറിയാം എന്ന് ഉറപ്പുണ്ടാവണം. എന്നിട്ട് വേണം ഡിവിഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ. ടേബിൾസ് അറിയാതെ മിസ്സിന്റെ ക്ലാസ് കണ്ടിട്ട് ഡിവിഷൻ മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഫസ്റ്റ് അറിയേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. അതറിഞ്ഞാൽ മാത്രമേ ഡിവിഷൻ പഠിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കൃത്യമായി പഠിച്ചിട്ട് വേണം എല്ലാവരും എന്ത് ചെയ്യാൻ? ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുമല്ലോ. പേജ് നമ്പർ 123 ആ ക്വസ്റ്റ്യൻസ് നോട്ട്ബുക്കിൽ എഴുതിയാൽ മതി. ഇപ്പൊ മിസ് പഠിപ്പിച്ച ഈ ഡിവിഷൻസ് ഒക്കെ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതിയാൽ മതി കേട്ടോ. ഈ സ്റ്റെപ്സ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മിസ്സിനെ അറിയിക്കണം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.